സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം 70-80 കൊല്ലമായിട്ടും ഇന്ത്യൻ നേവി അതിൻ്റെ എല്ലാ കപ്പലുകളും തന്നെ മിക്കതും പുറത്തുനിന്നാണ് വാങ്ങിയിരുന്നത്. ഒട്ടുമിക്കതും പുറത്തുനിന്നാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലക്രമേണ നമ്മൾ കൂടുതൽ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് വാങ്ങുന്ന ഒരു കപ്പൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ കപ്പലിൻ്റെ വിവരങ്ങൾ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പലിൻ്റെ പേര് INS തമൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് റഷ്യയിലെ കാലിനിൻഗ്രാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് യന്തർ എന്ന് പറഞ്ഞ ഷിപ്പ് യാർഡിലാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ റഷ്യയാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ അത് ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞു. അത് ജൂലൈ 1 ഈ കൊല്ലം കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ INS തമൽ എന്ന് പറഞ്ഞ കപ്പൽ ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 125 മീറ്റർ നീളമുള്ള ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ് ഈ കപ്പൽ. അപ്പോൾ ഇതിന് 30 നോട്ടോളം സ്പീഡിൽ പോകാൻ പറ്റും. അത് ഏകദേശം ഇതിൻ്റെ റേഞ്ച് ഒരു 8990 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ അതിൽ ഏകദേശം 250 നാവികരും 26 സെയിലേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ നാവികരും സെയിലേഴ്സ് എല്ലാം തന്നെ റഷ്യയിൽ വിദഗ്ധമായ ട്രെയിനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇത് റഷ്യയിലാണ് നിർമ്മിക്കുന്നതെങ്കിലും 26% ഇതിൻ്റെ കണ്ടൻറ്റും ഇൻഡിജീനിയസ് ആണ്, ഇന്ത്യ തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് ലോങ് റേഞ്ച് മിസൈൽ, അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന സോണാർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേര് ഹൻസ NG സോണാർ സിസ്റ്റം. അതെല്ലാം ഇന്ത്യ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ചില രേഖകൾ പറയുന്നത് ഇതിൽ പല ഇന്ത്യൻ കമ്പനികളും ഈ കപ്പൽ നിർമ്മിക്കാൻ റൂള് വഹിച്ചിട്ടുണ്ട്. അതായത് അവസാനമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കപ്പലിലും ഇന്ത്യൻ കമ്പനികൾക്ക് ശക്തമായ റോളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ്, കേരളത്തിലടക്കമുള്ള കെൽട്രോൺ, അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ബെല്ല്, അതുപോലെ ജോൺസൺ കൺട്രോൾസ്, അങ്ങനെ പല ഇന്ത്യൻ കമ്പനികളും ഇതിൻ്റെ നിർമ്മാണത്തിൽ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സഞ്ചരിക്കുന്ന കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് 4 രീതിയിലുള്ള വാർഫെയർ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതിന് എയർ വാർഫെയർ, അതായത് ഇതിനെതിരെ ഹെലികോപ്റ്ററോ ഡ്രോണോ ചെറിയ വിമാനങ്ങളോ ഒക്കെ വന്നാൽ ഇതിന് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് സർഫസിൽ നിന്ന് എയറിലേക്ക് പോകുന്ന, അതായത് സർഫസിൽ നിന്ന് കരയിൽ നിന്ന് എയറിലേക്ക് പോകുന്ന മിസൈലുണ്ട്. ഷിറ്റിൽ എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട്, ഷിറ്റിൽ 1. അതുകൊണ്ട് ഈ കപ്പൽ എക്യുപ്ഡാണ്. അതുപോലെ ഇഗ്ല എന്ന് പറഞ്ഞ മിസൈലുണ്ട്. അത് ചെറിയ റേഞ്ചിൽ ഇത് ഇടിച്ചിടാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഇതിൽ എക്യുപ്ഡാണ്. അതുപോലെ AK-630 എന്ന് പറഞ്ഞ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം. അത് ഒരു 5000-ഓളം വെടിയുണ്ടകൾ കൊടുക്കാവുന്ന ഒരു ചെറിയ ടൈപ്പ് തോക്കാണ്. അപ്പോൾ ചെറുകിട ഡ്രോണുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെടിവെച്ചിടാൻ ഇത് ധാരാളമാണ്. അപ്പോൾ എയർ വാർഫെയർ, അതായത് എയറിൽ നിന്ന് വരുന്ന വ്യോമപരമായിട്ട് വരുന്ന വിമാനങ്ങളോ ഡ്രോണുകളോ ഹെലികോപ്റ്ററുകളോ വെടിവെച്ചിടാനുള്ള കപ്പാസിറ്റിയാണ് ഈ മിസൈലുകളും വെപ്പൺ സിസ്റ്റം. ഇനി സർഫസ് വാർഫെയർ, കടലിൽ തന്നെ വേറെ കപ്പലുകളോ ബോട്ടുകളോ ഇതിനെ ആക്രമിക്കാൻ വന്നാൽ ഇതിനെ തകർക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുണ്ട്. അപ്പോൾ ഇതിനെതിരെ വരുന്ന, ഇപ്പോൾ ചിലപ്പോൾ ഒരു കപ്പലാവാം, അല്ലെങ്കിൽ ഇതിനെതിരെ വരുന്നൊരു പോർട്ടിൽ നിന്നുള്ള ഒരു ടാർഗറ്റ് ആവാം. അപ്പോൾ കടലിലും കരയിലുള്ള ടാർഗറ്റിനെ റേഞ്ച് ചെയ്യാൻ ബ്രഹ്മോസ് ഉണ്ട്. അപ്പോൾ അതിലതുപോലെ തന്നെ മെയിൻ തോക്കുകളുണ്ട്, പല ടാർഗറ്റുകൾ. ഇപ്പോൾ എതിരെ വരുന്ന ചെറിയ കപ്പലുകളും ബോട്ടുകളൊക്കെ ഇത് ചെയ്യും. ഇനി വേറൊന്നിന് അണ്ടർ വാട്ടർ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇതിനെതിരെ വരുന്ന മുങ്ങിക്കപ്പലുകളൊക്കെ ഇന്ന് തകർക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ളത് RBU ആൻറ്റി സബ്മറൈൻ വാർഫെയർ റോക്കറ്റ് ലോഞ്ചറാണ്. അത് വളരെ പ്രശസ്തമായൊരു റോക്കറ്റ് ലോഞ്ചറാണ്. ടോർപിഡോ ട്യൂബുകളുണ്ട്. ഇനി അതുമാത്രമല്ല, ഈ സബ്മറൈനെ ഹണ്ട് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. അതായത് സബ്മറൈനുകളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ആ ഹെലികോപ്റ്റേഴ്സിന് ഈ INS തമ്മിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കാമോവ് 28, അതുപോലെ കാമോവ് 31 ഇങ്ങനെയുള്ള ഹെലികോപ്റ്റേഴ്സിനൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെ ക്യാരി ചെയ്യാവുന്ന കപ്പാസിറ്റി ഉള്ളൊരു വലിയ കപ്പലാണ് ഈ INS തമൽ. അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഉണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ ചെയ്യാനുള്ള സിസ്റ്റം, അതിനുള്ള സ്യൂട്ടുണ്ട്, അങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ നേവൽ കമാൻഡിലാണ്. അതായത് അറബിക്കടലിലും വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിലുമാണ് INS തമൽ അതിൻ്റെ സർവീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇന്ത്യൻ നേവിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന, എന്നാൽ ഇന്ത്യൻ നേവി അവസാനമായിട്ട് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ് INS തമൽ.